നമ്മളൊക്കെ നോമ്പെടുക്കുന്നുണ്ട്. ആ നോമ്പെടുക്കുന്നവരുടെ കൂട്ടത്തിൽ, ഇത്രയും കഷ്ടപ്പെട്ട് നോമ്പെടുക്കുന്ന നമ്മൾ, നോമ്പെടുക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും നല്ല നോമ്പുകാരൻ ഞാനാകണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നോമ്പെടുക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നോമ്പുകാരൻ ഞാനാകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഒരിക്കൽ വന്നിട്ട് ഇതേ ചോദ്യം ചോദിച്ചു. യാ റസൂലല്ലാഹ്, അയ്യു സ്സായിമീന അഅ്ദമു അജ്റൻ. എല്ലാവരും നോമ്പ് നോക്കുന്നുണ്ടല്ലോ, പക്ഷേ ഈ നോമ്പ് നോക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല പ്രതിഫലം കരസ്ഥമാക്കിക്കൊണ്ട് നോമ്പ് നോക്കുന്നവൻ ആരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു. ആ മനുഷ്യൻ നോമ്പിനെ കുറിച്ച് മാത്രമല്ല, ഏറ്റവും നല്ല ജിഹാദ് ചെയ്യുന്ന ആൾ, ഏറ്റവും നല്ല ഹജ്ജ് ചെയ്യുന്ന ആൾ, ഏറ്റവും നല്ല സകാത്ത് കൊടുക്കുന്ന ആൾ, ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിക്കൊണ്ട് ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആൾ ആരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി ഒറ്റ വാക്കായിരുന്നു, ഒറ്റ മറുപടിയായിരുന്നു. അവിടുന്ന് അരുളി, അക്സറുഹും ലില്ലാഹി തബാറക വ തആല ദിക്റ. ഏറ്റവും അധികം പ്രതിഫലം കരസ്ഥമാക്കിക്കൊണ്ട് നോമ്പെടുക്കുന്ന ആൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്ർ ചെയ്യുന്ന ആളാണെന്ന്. അതായത് ഇന്ന് നമ്മളെല്ലാവരും നോമ്പെടുത്തു അല്ലേ? നോമ്പെടുത്ത നമ്മളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങിയിട്ട് നോമ്പെടുത്ത ആളാരാ? നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്ർ ചെയ്ത ആളാണ് ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങിയ ആൾ. എന്താ ദിക്ർ എന്ന് പറഞ്ഞാൽ? ദിക്ർ ചൊല്ലാൻ വേണ്ടി ചെറിയൊരു തർത്തീബ്, ചെറിയൊരു പ്ലാനിങ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നമ്മുടെ ഡെയിലി ലൈഫിന്റെ ഇടയ്ക്ക് തന്നെ, നമ്മുടെ ഡെയിലി റൂട്ടീനൊന്നും ചേഞ്ച് ചെയ്യാതെ തന്നെ നമുക്ക് ദിക്ർ ചെയ്യാൻ ഒരുപാട് സമയങ്ങൾ കിട്ടും. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളെല്ലാവരും രാവിലെ ജോലിക്ക് പോകുന്നവരാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്തേക്ക് ഏകദേശം ഒരു 10 മിനിറ്റിന്റെ, ഒരു കാമണിക്കൂറിന്റെ യാത്ര ദൂരം ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ അധികവും ബൈക്കിലോ അല്ലെങ്കിൽ കാറിലോ ആയിരിക്കും പോകാം, ഒറ്റക്കായിരിക്കും നമ്മൾ പോവാം. ഈ പോകുന്ന സമയം ഏതായാലും നമ്മൾ വെറുതെ മിണ്ടാതിരുന്ന് പോകുന്നതിന് പകരം അത് ദിക്ർ ചൊല്ലാനുള്ള സമയമാക്കി മാറ്റിയാൽ 15 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ഡെയിലി നമുക്ക് പോകുന്ന സമയത്ത് കിട്ടും. 100, 200 അല്ലെങ്കിൽ 300 ദിക്ർ ചൊല്ലാനുള്ള സമയമാണത്. തിരിച്ചു വരുമ്പോഴും അങ്ങനെ സമയം കിട്ടും. സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും വളരെ വലിയ അവസരങ്ങൾ ദിക്ർ ചൊല്ലാനുള്ളതായിട്ടുണ്ട്. കാരണം ഏകദേശം 3 to 4 മണിക്കൂർ അവർ അടുക്കളയിൽ ചിലവഴിക്കുന്നുണ്ട്. റമളാനിൽ പ്രത്യേകിച്ച് ആ കടിയും മറ്റു സാധനങ്ങളൊക്കെ തയ്യാറാക്കാൻ വേണ്ടി 3-4 മണിക്കൂർ അടുക്കളയിൽ അവർ ചെലവഴിക്കുന്നുണ്ട്. ഈ ചെലവഴിക്കുന്ന സമയം ദിക്ർ പറഞ്ഞിട്ട് ഈ 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ ഏറ്റവും വലിയ ഇബാദത്തിലായിട്ട് ചെലവഴിച്ച് അവരുടെ ഭർത്താവിനേക്കാൾ കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന, അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ത്രീകളെക്കാൾ, ബാക്കിയുള്ള ആണുങ്ങളെക്കാൾ കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഏറ്റവും നല്ല നോമ്പുകാരിൽ അവർക്ക് ഉൾപ്പെടാൻ വേണ്ടി സാധിക്കും. നമ്മളൊക്കെ നോമ്പെടുക്കുന്നുണ്ട്. ആ നോമ്പെടുക്കുന്നവരുടെ